ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു റിട്ടയർഡ് ജഡ്ജി എന്ന നിലയിലും വക്കീൽ എന്ന നിലയിലും നന്ദന്റെ കേസാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഭരണപക്ഷത്തെ എം മുൻവർഷത്തെ എം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്ദനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് ഏതായാലും സാധിക്കും. ഇനിയിപ്പോൾ എങ്ങനെ നന്ദൻ അവിടെ പോയിട്ട് ഹാജരായാല് നമ്മളൊക്കെ തന്നെയാണ് ഇതിന്റെ പേരിൽ കുടുങ്ങാൻ പോവണത്. അതുകൊണ്ടൊക്കെ തന്നെ നീയും കെവിനും ചെന്നൈയിലേക്ക് പോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇസബെല്ല പറയുന്നുണ്ട്, എൻ്റെ ആഗ്രഹം നിറവേറ്റാതെ ഞാൻ എവിടേക്കും പോവില്ല, അതുകൊണ്ടൊക്കെ തന്നെ പാപ്പൻ എൻ്റെ കൂടെ നിൽക്കണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഒട്ടും മനസ്സില്ലാ മനസ്സോടെ ഐസക്കാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കണ്. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ് നീ ഇങ്ങനെ പറയണത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇസബെല്ലയ്ക്ക് അതൊന്നും തന്നെ മനസ്സിലാവാത്ത പോലെയാണ് കാണിക്കണത്. വിശ്വാസവഞ്ചനയുടെ പേരിൽ നമ്മളും അതേപോലെ തന്നെ ആൾമാറാട്ട കേസിൽ ഋഷിയുമൊക്കെ തന്നെ ഏതായാലും ജയിലിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഓർത്തിട്ട് അങ്കിള് പേടിക്കേണ്ട, ഞാൻ പോയിട്ട് നന്ദനെ കണ്ട് സംസാരിക്കാം. ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കാനായിട്ട് ഞാൻ എന്തായാലും ചന്ദ്രോത്തിലേക്ക് അവനെ കാണാൻ വേണ്ടി പോവുണ്ട് എന്നെല്ലാം ഇങ്ങനെ ഐസക്കിനോട് പറയാണ്. പക്ഷെ ഇതേ സമയം നമ്മുടെ ഹരിവക്കീലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേവലാതിയല്ല അരുന്ധതിക്കുള്ളത്, മറിച്ച് നാളെ സിദ്ധാർത്ഥനും നന്ദനും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോവും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഭയമാണ് വക്കീലാന്നുണ്ടെങ്കിൽ ആകെ സംശയം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാക്കണ മുന്നേ തന്നെ അരുന്ധതി ഇങ്ങനെ ഭയപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാരണമൊക്കെ ഏതായാലും കണ്ടുപിടിക്കുമെന്ന് ഹരിവക്കീലെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ്. ഇതിന് പിന്നാലെ അരുന്ധതി ഋഷിയോട് പോയി പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ്, നാളെ നോക്കിക്കോ, നിന്റെ പേരിലായിരിക്കും എല്ലാ കേസും വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഇസബെല്ലെ വിളിച്ചപ്പോൾ കണ്ടില്ലേ, അവളാന്നുണ്ടെങ്കിൽ ഇതിലൊരു ബന്ധവുമില്ലാത്ത പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ലാസ്റ്റ് നിന്നെ തന്നെയായിരിക്കും അവർ പെടുത്താൻ പോകുന്നത്. അതുകൊണ്ടൊക്കെയാണ് മോനെ ഞാൻ പറയണത്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഹരിയോടോ പ്രഭാവതിയോടോ നന്ദനോടോ തുറന്നു പറയാം എന്നൊക്കെ പറയുമ്പോൾ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമേ, ഒന്നും കൂടി നമുക്ക് നോക്കാം, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്നെല്ലാം ഇങ്ങനെ ഋഷി പറയുന്നുണ്ട്. പിന്നീട് ദേവകിയും ശാരികയും കൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് നന്ദേട്ടന് എങ്ങനെയാണ് ഒരു കൊലപാതകം ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് മാധവനെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇനി എന്നോടൊന്നും മറക്കണ്ട, നിങ്ങളിങ്ങനെ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കാന്നുണ്ടെങ്കിൽ കുറേ ഡൗട്ടൊക്കെ വന്നതാണ്, അതുകൊണ്ടൊന്നും എന്നെ കൊണ്ട് ഇനിയൊന്നും പറയാതിരിക്കണ്ട. എന്താ കാര്യം, നിങ്ങളുടെ ഈ പേടിയും നന്ദന്റെ വെപ്രാളവും കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ദേവിക എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ഇനിയിപ്പോൾ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ അവിടെ നിന്നെങ്ങാനും അച്ഛനെ ഷോക്കാവണ്ട എന്ന് കരുതിയിട്ട് നന്ദനാന്നുണ്ടെങ്കിൽ ഋഷിയെ കൊന്ന കാര്യം എല്ലാം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ പുറകെ ഓരോ പ്രശ്നങ്ങളൊക്കെയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക മോളെ MLA ആയപ്പോൾ എല്ലാ പ്രശ്നത്തിനും ഒരു തീർപ്പായി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോൾ എന്താ നടക്കണമെന്ന് എനിക്ക് അറിയണില്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് ടെൻഷനാവുന്നുണ്ട്. ബെല്ലിയുടെ വരവോടി കൂടി തന്നെ മാധവനാന്നുണ്ടെങ്കിൽ ആകെ പേടിയായിരുന്നു. ഇനിയിപ്പോൾ തൻ്റെ മകളുടെ ജീവിതം എന്താവും എന്നോർത്തിട്ട് അയാളെന്നുണ്ടെങ്കിൽ നല്ലോണം പേടിക്കുന്നുണ്ട്. നന്ദനെങ്ങാനും ജയിലിൽ പോയി എന്ന് വെച്ചാൽ ഒരു MLA എന്ന നിലയിൽ ദേവികയ്ക്ക് നല്ല അപമാനം തന്നെയാണ്. ഏതായാലും ശാരിക എന്നുണ്ടെങ്കിൽ കെവിനിൽ നിന്നും കുറേ രേഖകളൊക്കെ ഏതായാലും മേടിച്ചെടുക്കുന്നുണ്ട്. ദേവികയെ സഹായിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ശാരിക തന്നെ കണ്ടെത്തുമെന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഇസബെല്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നന്ദൻ ഒരിക്കലും നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ പോയി എന്ന് വെച്ചാൽ അവൻ്റെ ഭാവി, അതേപോലെ തന്നെ MLA ദേവികയുടെ ഭാവി എന്നെല്ലാം ഇങ്ങനെ സിദ്ധാർത്ഥനോട് പറയുന്ന സമയത്ത് സിദ്ധാർത്ഥൻ എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നാട്ടി വിടുന്നുണ്ട്. നന്ദനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് സിദ്ധാർത്ഥന് ആകെ ദേഷ്യം വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ദേവിക ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇസബെല്ലയെ അവിടെ നിന്നുണ്ടെങ്കിൽ ആട്ടി പുറത്താക്കുക ചെയ്യണത്. ഇതേ സമയം മുരളിയാന്നുണ്ടെങ്കിലും ഗൗരിയോടും ഭാർഗവിയോടും ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നാളെയാന്നുണ്ടെങ്കിൽ നന്ദൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങാൻ പോവാണ്, എനിക്കെന്തോ അവൻ രക്ഷപ്പെടുന്നു തന്നെയാണ് തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്കാന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.